കേരളത്തിലെ സർക്കാരിന് നേരെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ചോദ്യചിഹ്നം മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ചോർത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് ആ സ്വർണ്ണക്കടത്ത് സംഭവം, അതുമായി ബന്ധപ്പെട്ട കൊലപാതകം, ഇതിൽ വരെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭരണകക്ഷിയുടെ MLA ആണ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവല്ല പറഞ്ഞിരിക്കുന്നത്, ഭരണകക്ഷിയുടെ MLA ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭരണകക്ഷിയുടെ MLA ഉന്നതരായ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങേയറ്റം ഗൗരവതരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതിന് സംശയമില്ല. ആ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗവൺമെൻറ്റാണ് വ്യക്തമാക്കേണ്ടത്. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളത് സർക്കാരിന് ആദ്യം ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ഇത്തരം ആരോപണം ഉന്നയിച്ചവരെ എന്തുകൊണ്ട് ഗവൺമെൻറ് സംരക്ഷിക്കുന്നു എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. അതിനകത്ത് വളരെ ഗൗരവതരമായ ആരോപണമാണ് ഇത് ഒന്ന് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്ത്, ഫോൺ ചോർത്തൽ മന്ത്രിമാരോടുൾപ്പെടെ ഇല്ലേ. മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ എങ്ങനെയാണ് നടക്കുക? പൊളിറ്റിക്കൽ ക്ലിയറൻസിലാണ് നടക്കുമോ? അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഫോൺ ചോർത്തുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അനുവാദമില്ലാതെ നടക്കുമോ? അപ്പോൾ ഈ കാര്യം ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഇത് വിരൽ ചൂണ്ടുന്ന ആർക്കെതിരായിട്ടാണ്? മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ്. അപ്പോൾ അത്രയും ഗൗരവതരമായ കാര്യം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്. ആഭ്യന്തര വകുപ്പിന്റെ തീർച്ചയായിട്ടുള്ള പരാജയമാണ് ഇത് കാണിക്കുന്നത്. ഏത് വിധത്തിലുള്ള അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? അല്ല, കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പാണ് ആ കാര്യം ആലോചിക്കുക ആവശ്യപ്പെടുന്നത്. അവരാവശ്യപ്പെടുന്ന ഏത് ആവശ്യത്തോടും ഞാൻ യോജിക്കും. എൻ്റെ സഹോദര, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോ വികാരം. ഇന്ന് ഈ കാര്യമായിട്ട് രംഗത്ത് വന്നതിന് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, സർക്കാരിൻ്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർ ഉപയോഗിക്കട്ടെ. ഈ കാര്യം എൻ്റെ കയ്യിലുള്ള കേസ് 5 കൊല്ലം കേരള പോലീസ് അന്വേഷിച്ചതാണ്, 4 കൊല്ലം CBI അന്വേഷിച്ചതാണ്, കോടതി മുമ്പാകെ വന്നതാണ്. ഇനി എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന്. അതിനകത്ത് എനിക്ക് യാതൊരു ഭയമില്ല. ഞാനിവിടെ ആവശ്യപ്പെടുന്നത് ഉത്തരവാദപ്പെട്ട ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗൗരവതരമായി സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ആരോപണങ്ങൾ വന്നിട്ട് സർക്കാർ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടിയുടെ ലെവലിൽ എല്ലാവരും ആലോചിച്ചിട്ട് ഒരു തീരുമാനം അവിടെ എടുക്കുമായിരിക്കും. ആ തീരുമാനം അവർ പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അത് തന്നെ ഒരു അത്ഭുതമായ കാര്യമാണ്. ജാവേദ്കറായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് മുന്നിൽ വെച്ചാണ്. അത് അന്ന് മുഖ്യമന്ത്രി അതിലേക്ക് അത് തന്നെ പോലീസിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. അന്നത്തെ കൂടിക്കാഴ്ചകൾ അത്രയും കാലം മൂടി വെച്ചിട്ട് ഇപ്പോൾ ഇലക്ഷനും കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അതിൻ്റെ പേരിൽ പുറത്താക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിരോധാഭാസമാണ് തീർച്ചയായും.